ജയസൂര്യൻ സർ, സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഇനി ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചേക്കാം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. VC-യുടെ പിന്നിൽ ആർലേക്കർ ആണെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നാണ് CPM-ഉം SFI-യും ഉൾപ്പെടെ ഉള്ള സംഘടനകൾ പറയുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഓൾറെഡി നമ്മുടെ സർക്കാരും ഗവർണറും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കണ്ട. അതിനിടയിലേക്ക് ഈ വിഷയം കൂടി കടന്നു വരുമ്പോൾ ഒരു തുറന്ന പോരിലേക്ക് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഗവർണർക്കെതിരെ കടുപ്പിച്ച് പറയാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു. സസ്പെൻഷൻ അംഗീകരിക്കാതെ യൂണിവേഴ്സിറ്റിയിൽ എത്തുമെന്ന് രജിസ്ട്രാർ പറയുന്നു. എങ്ങോട്ടാണ് ഈ സർക്കാർ ഗവർണർ പോര് പോകുന്നത്? ഇനി എന്താവാനാണ് സാധ്യത? ഞാനതിന്റെ ഉത്തരം പറയാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായ ജനാധിപത്യം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഒരിടത്തും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. കാരണം ജനാധിപത്യ ഭരണക്രമം എന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലോ ഡാസ് ക്യാപിറ്റലിലോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ജനാധിപത്യം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടി വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ഇതിനെ മനസ്സില്ലാ മനസ്സോടെയാണ് ഉൾക്കൊള്ളുന്നത്. അത് പാർട്ടിയുടെ നയരേഖകളിലും പാർട്ടി വ്യക്തമാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അടവ് നയങ്ങളിലൂടെയും പ്രതിരോധങ്ങളിലൂടെയും മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പാർട്ടി സ്വയം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യത്തെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജുഡീഷ്യറിയെ അംഗീകരിക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള പ്രസിഡന്റ്, ഗവർണർ, ഇലക്ഷൻ കമ്മീഷൻ, കോടതികൾ, ഇതിനെയൊക്കെ അംഗീകരിക്കണം. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവയല്ല. കാരണം ജനാധിപത്യത്തെ കമ്മ്യൂണിസം അംഗീകരിക്കുന്നില്ല. ഇപ്പോ നമുക്കറിയാം, മറ്റ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ കോടതികളോട് പുലർത്തുന്ന ഒരു സമീപനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിധി വരുമ്പോൾ കോടതിയെ ബൂർഷ്വാ കോടതി എന്ന് വിളിക്കും, RSS കോടതി എന്ന് വിളിക്കും, മുതലാളിത്ത കോടതി എന്ന് വിളിക്കും, ജഡ്ജിക്കെതിരെ സമരം നടത്തും, ജഡ്ജിയുടെ കോലം കത്തിക്കും. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായ ജുഡീഷ്യൽ സംവിധാനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1% പോലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അതാണ് അതിന്റെ. അതുപോലെ ഇലക്ഷൻ കഴിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ഉണ്ടായി, അതല്ലെങ്കിൽ BJPക്ക് വിജയമുണ്ടായി എന്നിരിക്കട്ടെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ തള്ളിക്കളയും. ഇലക്ഷൻ കമ്മീഷൻ RSS ആണ്, ഇലക്ഷൻ കമ്മീഷൻ BJP എന്ന് പറയും. അതുപോലെ കോടതി വിധികൾ പ്രസ്താവിക്കുന്ന CPM-നെതിരെ കോടതി വിധികൾ പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരെ RSS-കാരെന്ന് മുദ്രകുത്തും. ഇതൊക്കെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഇതേ നിലപാടാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണർ പദവിയോടും CPM കൈക്കൊള്ളുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം വ്യക്തിപരമായി ഒരു ശരിയല്ലാത്ത സ്വഭാവക്കാരനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് CPM പറഞ്ഞിരുന്നു. ഇപ്പോൾ ആർലേക്കർ ഗവർണറായി വന്നപ്പോ ഇദ്ദേഹം വളരെ ശാന്ത സ്വഭാവിയും സൗമ്യനും ഒക്കെയാണ്, മറ്റേ ഗവർണറെ പോലെ അല്ല, ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വളരെ ഭേദമാണ് എന്ന നിലയിലായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോൾ എന്താണ് വലിയ മാറ്റം വന്നത്? ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ തന്റെ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ അനാവശ്യമാണ് എന്ന നിലപാട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുകയാണ്. പലതവണ അവരത് വ്യക്തമാക്കി. എന്തിനാണ് ഈ ഗവർണർ പദവി? എന്തിനാണ് ഞങ്ങളെ മൂക്കുകയറിട്ട് പിടിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ ശല്യം ചെയ്യുന്നത്? ഞങ്ങൾ ഇഷ്ടം പോലെ ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രിസഭയ്ക്ക് മേൽ എന്തിനാണ് ഒരു ഗവർണർ അധികാരം പ്രയോഗിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം ഉയർത്തുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട എന്നൊരു വാക്ക് പോലും ഇല്ല. കാരണം പിടിച്ചടക്കപ്പെട്ട ഭരണകൂടങ്ങൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ. അതിപ്പോ സോവിയറ്റ് യൂണിയനിലെ ലെനിൻ വന്നതാണെങ്കിലും ചൈനയിൽ മാവോ സേതുങ് വന്നതാണെങ്കിലും ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അവർ അധികാരം പിടിച്ചത് ജനാധിപത്യത്തിൽ കൂടിയല്ല, യുദ്ധങ്ങളിൽ കൂടി, വിപ്ലവങ്ങളിലൂടെ, അട്ടിമറിയിൽ കൂടി, കൂടുതൽ അട്ടിമറിയിൽ കൂടിയാണ്. മറ്റുള്ളവർ നടത്തിയ യുദ്ധത്തിൽ വിജയം വരിച്ചു കഴിയുമ്പോൾ ഈ അമൃത് പാലാഴി കടഞ്ഞ് അമൃത് വന്നപ്പോൾ അസുരന്മാർ അമൃത് തട്ടിയെടുത്തുകൊണ്ട് ഓടി എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു പരിപാടിയാണ്
ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ റഷ്യയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായി നിലവിലുള്ള ഭരണകൂടം താഴെ വീഴുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു സായുധമായ കലാപം അഴിച്ചുവിട്ട് അധികാരം തട്ടിയെടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി. പക്ഷേ കേരളത്തിൽ അത് വേണ്ടി വന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധ പൊട്ടന്മാരായതുകൊണ്ട് അവര് ആദ്യം EMS നമ്പൂതിരിപ്പാടിനെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഗവർണർ എന്ന് പറയുന്ന പദവി അനാവശ്യമാണ്, അത് ജനാധിപത്യ വിരുദ്ധമായ പദവിയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, അവരുടെ വിശ്വാസം അതാണ്. അതുകൊണ്ട് ഒരു ഗവൺമെന്റിന് എന്തും ചെയ്യാം എന്നുള്ള നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകളുടെ മേൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായ നിയന്ത്രണം ആവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഈ ഫെഡറൽ സംവിധാനം തകർന്നു പോകും. അതുകൊണ്ടാണ് നിയമത്തെ അതിലംഘിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഗവർണർമാർ ഇടപെടുന്നത്. അപ്പോൾ ഗവർണർമാർ ഇടപെടുമ്പോൾ അത് നിയമപാലനത്തിന് വേണ്ടിയാണ്, ഒരിക്കലും നിയമവിരുദ്ധമായിട്ടല്ല, നിയമപാലനത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആ പദവികളെ തെല്ലും മാനിക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും ഇത് ശുദ്ധ താന്നോന്നിത്വവും പോക്രിത്തരവും വിവരക്കേടുമാണ്. അതിന് ധിക്കാരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഗവർണർ പാവയല്ലാത്തത് കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ആ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് തോന്നിവാസം ചെയ്യും എന്ന് പറയാനുള്ള വിവരക്കേട് പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം വിവരക്കേടിന്റെ മറ്റൊരു പേരാണല്ലോ കമ്മ്യൂണിസം. അപ്പോൾ അതുകൊണ്ട് അവര് അത് ചെയ്തോട്ടെ. പക്ഷേ ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാണാൻ പോകുന്ന പൂരം ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഈ കടിക്കുന്ന പട്ടി കുരയ്ക്കല എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് സൗമ്യനായിട്ട് തോന്നുന്ന ആർലേക്കർ അത്ര സൗമ്യനൊന്നുമല്ല. അദ്ദേഹം നിയമപരമായി കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്, വളരെയേറെ ഭരണഘടനാപരമായി പാണ്ഡിത്യമുള്ള ആളാണ്, നിരവധി സ്ഥാനങ്ങൾ ഭരണഘടനാ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറേക്കാൾ അല്പം കൂടി മുന്നിലായിരിക്കും ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ, അല്പം കൂടി കടുത്തതായിരിക്കും ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ. അദ്ദേഹം അത് ശാന്തമായിട്ടായിരിക്കും ചെയ്യുക എന്ന് മാത്രം. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ അത് തുറന്നു പറയുമായിരുന്നു, പത്രക്കാരോട് സംസാരിക്കും, ജനങ്ങളോട് സംസാരിക്കും, പൊട്ടിത്തെറിക്കും, വസ്തുതകൾ തുറന്നടിച്ച് മുഖത്ത് നോക്കി പറയും, മുഖം നോക്കാതെയും പറയും. പക്ഷെ ഇദ്ദേഹം വളരെ ശാന്തനാണ്. പക്ഷേ ഈ ശാന്തന്മാരെ കൂടുതൽ പേടിക്കേണ്ടി വരും ഈ സർക്കാരിന്. കാരണം അദ്ദേഹം എപ്പോഴെങ്കിലും നിശബ്ദത പുലർത്തുന്നുണ്ടെങ്കിൽ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയായിരിക്കും. അതുകൊണ്ട് ഗവർണറുടെ നടപടി താങ്ങാനുള്ള കരുത്തൊന്നും പിണറായി സർക്കാരിന് ഉണ്ടാവില്ല, പിണറായിക്കും ഉണ്ടാവില്ല. അദ്ദേഹം നിയമത്തെ കൃത്യമായി അനുസരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ആയിരിക്കും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ പദവിയെ ഉയർത്തിപ്പിടിക്കുന്ന അതിശക്തമായ നിലപാടുകൾ ഗവർണറുടെ ഭാഗത്തു നിന്നും വരാനാണ് സാധ്യത എന്നാണ് എന്റെ നിഗമനം. തീർച്ചയായും അത് തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കാനാണ് സാധ്യത. ഒരു തുറന്ന പോർമുഖം തന്നെ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും ഇടയിൽ ഉണ്ടാവുന്നു എന്ന് വേണം കരുതാൻ. ഇതുവരെ ശീതസമരവുമായി നിന്ന സംഭവം ഒരു സസ്പെൻഷനോടെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഗവർണർ ആർലേക്കർ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് കരുതിയെങ്കിൽ പിണറായി സർക്കാരിന് തെറ്റി അല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന് കരുതാൻ പോകുന്ന ദിവസങ്ങളോ മണിക്കൂറുകളോ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.